വായനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഈ എപ്പിസോഡിലും അത് തുടരാമെന്ന് ഞാൻ അന്ന് പറയുകയുണ്ടായി. ഒരാൾ എന്തൊക്കെയാണ് വായിക്കേണ്ടത്, അത് എങ്ങനെയാണ് വായിക്കേണ്ടത്, ഇത് രണ്ടും വായിക്കുന്ന ആളെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ആ വായിക്കുന്ന ആളൊരു വിദ്യാർത്ഥിയാണോ, ഒരു അധ്യാപകനാണോ, ഒരു ജോലിക്കാരനാണോ, ഒരു ഡോക്ടറാണോ, ഒരു എൻജിനീയറാണോ, അങ്ങനെ അവർ ചെയ്യുന്ന ജോലി, ഇതിനൊക്കെ ആശ്രയിച്ചാണ് വായിക്കേണ്ടത് എന്താണ് എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആര് തന്നെ ആയാലും രാവിലെ ഏറ്റവും ആദ്യം വായിക്കേണ്ടത് എന്താണ്? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും, രാവിലെ ഏറ്റവും ആദ്യമായി നമ്മൾ വായിക്കേണ്ടത് നമ്മുടെ മതഗ്രന്ഥമാണ്. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിൾ തന്നെ. ഹിന്ദുസ്, മുസ്ലിംസൊക്കെ അവരവരുടെ മതഗ്രന്ഥങ്ങൾ, അതാണ് ആദ്യമായി വായിക്കേണ്ടത് എന്ന് പറയും. ഞാൻ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 20-25 വർഷത്തോളം ആയിട്ട് ചെയ്യുന്ന ഒന്നാണത്. 5 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ വായന തുടങ്ങും. എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ കസേരയിൽ ഞാൻ എത്തും. അവിടെ ഇരുന്നു കൊണ്ട് മൈക്കിലൂടെ സംസാരിച്ചാൽ 6-7 ഹോസ്റ്റലിലെ കുട്ടികളോട് പറയാൻ പറ്റും. അവർക്ക് ഞാൻ ചെറിയ മോട്ടിവേഷൻ കൊടുക്കും. 2 minutes 3 minutes. അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന ആ ആനന്ദം, അത് മറ്റുള്ളവർ കൂടി അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഏതാനും പാസേജുകൾ ഓരോ അവസരത്തിലായിട്ട് വായനയിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നതാണ്. ഏറ്റവും ആദ്യം വായിച്ചു തുടങ്ങിയത് 91 സങ്കീർത്തനം മാത്രമാണ്. എല്ലാ ദിവസവും രാവിലെ ബൈബിളെടുത്ത് 91 സങ്കീർത്തനം വായിക്കുന്ന ഒരു സിസ്റ്റം നവീകരണത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായി. അത് തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തരികയുണ്ടായി. 91 സങ്കീർത്തനം അത് ഒരുപാട് സംരക്ഷണം തരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. വായിച്ചു തുടങ്ങി 2-3 വർഷങ്ങൾക്ക് ഉള്ളിൽ ഒരിക്കലൊരു വിദ്യാഭ്യാസ ബന്ദ് ഉണ്ടായി. വിദ്യാഭ്യാസ ബന്ദ് ഉണ്ടായിട്ട് ഞാനൊന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ ട്യൂഷൻ ക്ലാസ്സാണ്. വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് സ്കൂളോ കോളേജോ ആയിട്ടല്ല, അത് ട്യൂഷൻ സെൻറ്റർ മാത്രമാണ്. 6 ക്ലാസ് റൂമിൽ കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ബന്ധം നടത്തുന്നവരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. അവർ പറഞ്ഞു, ക്ലാസ് വിടണം. ഞാൻ പറഞ്ഞു, ക്ലാസ് വിടാൻ പറ്റില്ല, കുട്ടികളൊക്കെ ഫീസ് തന്ന് പഠിക്കുന്നതാണ്, എനിക്ക് വിടാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് അവർ കുറച്ച് നേരം നിങ്ങളോടുള്ള അനുഭാവം രേഖപ്പെടുത്താനായിട്ട് വിടാം. അങ്ങനെ അവർ പോയി. ഞാനത് ചെയ്യുകയും ചെയ്തു. അവസാനത്തെ 15 മിനിറ്റോ 20 മിനിറ്റോ കുട്ടികൾ വിട്ടു. അങ്ങനെ പിറ്റേ ദിവസവും അവർ വന്നു. അവർ നേരത്തെ വന്നു. അതൊന്ന് നേരത്തെ വിടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു കയറും, ഞങ്ങൾ സ്ഥാപനത്തിൽ കയറും എന്ന് പറഞ്ഞു. അതും നടക്കില്ല, ഞങ്ങൾക്ക് എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരു വെല്ലുവിളിയും ഉയർത്തിയിട്ട് പോയി. നമുക്കിന്ന് മാർക്കറ്റിൽ എൻ്റെ ഇറച്ചി വിൽക്കണോടാ എന്ന് പറഞ്ഞിട്ട്. ശരി എന്ന് പറഞ്ഞു. അവർ പോയി. ഞാൻ ക്ലാസ് ആ കൃത്യസമയത്താണ് വിട്ടത്. 12 മണിക്ക് വിട്ടു. വിടുന്ന നേരം കുട്ടികൾ ഇറങ്ങി റോട്ടിൽ എത്തുന്ന നേരമാണ്.
തൊട്ട് മുമ്പായിട്ട് ഒരു കൂട്ടം കുട്ടികൾ വന്ന് അവരൊരു 6 റൗണ്ട് എറിഞ്ഞു കെട്ടിടത്തിലേക്ക്. അപ്പോൾ കെട്ടിടത്തിൻ്റെ താഴെ ഒരു വീടാണ്, കെട്ടിടത്തിൻ്റെ അല്ല, ട്യൂഷൻ ക്ലാസ്സിൻ്റെ താഴെ ഒരു വീടാണ്. അവിടെ എൻ്റെ അപ്പൻ വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് അപ്പൻ അകത്തേക്ക് കയറിപ്പോയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കല്ലേറൊന്നും അപ്പന് പറ്റിയില്ല. താഴെ 2 കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു, അധ്യാപകർ വന്ന 2 കാറുകൾ. അതിന് ഒരു പോറലും പറ്റിയില്ല. ഏതാനും ജനൽ ചില്ലുകൾ തകർന്നു. ഒരു വലിയ ഇഷ്ടിക കഷണം വന്ന് ഒരു കുട്ടിയുടെ പുറത്ത് വന്ന് വീണു. ജനലിലൂടെ കടന്ന് കുട്ടിയുടെ പുറത്ത് വന്നു. അവനൊന്നും പറ്റിയില്ല. അവനൊരു 80-90 കിലോ ഉള്ളൊരു കുട്ടിയായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അവനത് അറിയാത്ത മട്ട്. കാരണം ജനലിലൂടെ കടന്നിട്ട് വന്ന് വീഴുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വലിയ ഇതുണ്ടായില്ല. ഒരു 10,000 ചില്ല് കഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തുള്ളി ചോര പോലും ആ ഭാഗത്തെങ്ങും വീണില്ല. ഇത്രയും കുട്ടികളുള്ളതല്ലേ. 6 ക്ലാസ്സിൽ ഏകദേശം 100ഓളം കുട്ടികൾ ഓരോ ക്ലാസ്സിലുണ്ട് അന്നൊക്കെ. ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ ഓടിച്ചെന്നു, ആരാണെന്ന് അറിയാനായിട്ട് ഓടിച്ചെന്നപ്പോഴേക്കും അവരൊക്കെ ഓടിപ്പോയി. ഞാൻ വിശ്വസിച്ചു, ഇത് ദിവസവും ഞാൻ അതിരാവിലെ എൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് 91 സങ്കീർത്തനം വായിക്കുന്നതിൻ്റെ ഫലമാണ്. ദൈവം നൽകിയ ഒരു വലിയ ഒരു സംരക്ഷണമാണ് എന്ന് എനിക്ക് വിശ്വാസമായി. ഞാനത് കുട്ടികളോടൊക്കെ പറയുമായിരുന്നു, അധ്യാപകരോടും പറയും. പലരും ഇതൊക്കെ അനുസരിച്ച് 91 സങ്കീർത്തനം വായിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസമൊക്കെ ഓരോ ചാപ്റ്റർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. അതെടുത്ത് വായിക്കുമ്പോൾ നല്ല പോസിറ്റീവ് ഐഡിയ, നല്ല മോട്ടിവേഷണൽ ഐഡിയ ഉള്ള ഇതാണെന്ന് കാണുമ്പോൾ അതൊക്കെ വായനയിൽ ചേർക്കും. ബൈബിള് നിറയെ മോട്ടിവേഷനാണ്, പോസിറ്റീവ് തിങ്കിങ് ആണ്, നിറയെ പോസിറ്റീവ് തിങ്കിങ്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മളൊരു പാരഗ്രാഫ് കണ്ടെത്തും, അത് അടയാളം വെച്ച് പിറ്റേ ദിവസം വായനയിൽ ചേർക്കും. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം രാവിലെ വായിക്കാനുള്ള മാറ്ററായി. എനിക്ക് അതാണ് ഇന്ന് ഊർജം തരുന്നത്. 80 വയസ്സ് ആകാൻ പോകുന്നു. ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ശക്തി തരുന്നത് ഈ ദൈവവചന വായനയിലൂടെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനതുകൊണ്ട് കുട്ടികളോട് പറയും, മക്കളെ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദൈവവചനമെങ്കിലും, എന്നെപ്പോലെ ഇത്രയധികം വായിക്കേണ്ട, ഒരു ദൈവവചനം വായിക്കുക, അത് എഴുതുക, അത് ബൈ ഹാർട്ട് പഠിക്കുക. ഒരു 30 വചനമെങ്കിലും ബൈ ഹാർട്ട് ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. നമ്മളിലുള്ള തിന്മകളൊക്കെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ധാരാളം നന്മ നമ്മളിൽ വന്നുപെടും, നല്ല ഊർജം ലഭിക്കും, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട് ദൈവവചനം വായിക്കുന്നതിൽ. ഈ വചനം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണ്? ആ വചനം മാംസമായതാണ് യേശു. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ടാമത് ഞാൻ ചെയ്യാൻ പറയുന്നത് വിശുദ്ധ കുർബാന പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞാനത് വചനം അപ്പമായി തീർന്നതാണ്. ഒന്ന് വചനം മാംസമായത്, 2 വചനം അപ്പമായതാണ്, ദിവ്യകാരുണ്യം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. കുട്ടികളാണെങ്കിൽ പഠിക്കാനായിട്ട് ഒരുപാടുണ്ടാവും. അത് വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കണം. അത് പഠിപ്പിക്കാനുള്ളവരുണ്ട്, അവർക്കും
നിർബന്ധമായിട്ടത് വായിക്കണം. ആവശ്യമുള്ളതൊക്കെ വായിക്കണം. ഒരു അധ്യാപകൻ എപ്പോഴും കുറച്ചുകൂടി കൂടുതൽ വായിക്കണം. ഇന്ന് ക്ലാസ്സിലേക്ക് ആവശ്യമുള്ളത് എന്തോ അത് പോരാ, കുറച്ചും കൂടി കൂടുതൽ പഠിക്കണം. കാരണം ഒരു പക്ഷേ ക്ലാസ് കഴിയാറാവുമ്പോഴാവും ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ വന്നിട്ട് പറയുന്നത്, അടുത്ത അവരുടെ മാഷ് അത്യാവശ്യമായിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്, ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു മണിക്കൂറിനെങ്കിലും എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ടാവണം. അതിനനുസരിച്ച് വായിക്കണം. ഇത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു നേതാവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈനംദിന കാര്യങ്ങൾ അറിയണം. ലോകത്തിൽ എന്ത് നടക്കുന്നു, തൻ്റെ നാട്ടിലെന്ത് നടക്കുന്നു, തൻ്റെ രാജ്യത്ത് എന്ത് നടക്കുന്നു, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതേതിലൂടെ അറിയുന്നത്? പത്രങ്ങളിലൂടെ. അപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിയും പത്രം വായിക്കണം. അതിനുള്ള പ്രയോറിറ്റി കുറവാണ്. അവൻ്റെ പ്രയോറിറ്റി പത്രം വായന അല്ല. പക്ഷെ ഒരു നേതാവിൻ്റെ പ്രയോറിറ്റി അങ്ങനെയല്ല. പത്രം വായിച്ചാൽ നമുക്ക് ഇന്നാണ് ആ ന്യൂസ് അറിയാൻ പറ്റുക. പണ്ട് പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് തലേ ദിവസം ടി വിയിലൂടെ നമുക്ക് ആ ന്യൂസ് അറിയാൻ പറ്റും. അപ്പോൾ വായനയിൽ പെടുത്തേണ്ട ഒരു കാര്യം ടി വി ന്യൂസ് കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുന്നത് വായിക്കുന്നതിന് സമാനമാണല്ലോ. വായിക്കുന്നത് കണ്ണിലൂടെയാണ്, കേൾക്കുന്നത് ചെവിയിലൂടെ. അത് വേറൊരാൾ വായിക്കുന്നതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അത് വായന തന്നെയാണ്. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടി വിയിലൂടെ തലേ ദിവസം അറിഞ്ഞിരിക്കണം. എർലി ബേർഡ് ഗെറ്റ്സ് ദ വേം എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ അറിയുന്നുവോ അത്രയും നല്ലതാണ്. നമുക്കതിനനുസരിച്ച് ഒരുങ്ങാൻ പറ്റും. പത്രത്തിൽ നമ്മൾ രാവിലെ അറിയുകയാണ് ഇന്ന് ബന്ദാണ് എന്ന്, അല്ലെങ്കിൽ ഹർത്താലാണെന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തലേ ദിവസം ടി വിയിൽ സ്ക്രോളിംഗ് ന്യൂസ് വരും, ഇന്ന് ഹർത്താലാണ് എന്ന്. അപ്പോൾ നമുക്കതിനനുസരിച്ച് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താനായിട്ട് കഴിയും. അപ്പോൾ ടി വിയിലൂടെ നമ്മുടെ വായനയെ പരിപുഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രസംഗങ്ങൾ, നല്ല പ്രസംഗങ്ങൾ. അത് എവിടെയെങ്കിലും ഉണ്ട് എന്ന് കേട്ടാൽ നമ്മൾ പോയി കേൾക്കണം. അത് ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് സേവ് ചെയ്ത് തരുന്നതാണ്. കാരണം ഒരു പ്രസംഗം നടത്തുന്ന ഒരു വ്യക്തി എത്ര പഠിച്ച് ഒരുങ്ങിയിട്ടാണ് ആ പ്രസംഗം തയ്യാറാവുന്നത്. അയാളൊരു പക്ഷേ 8-10 മണിക്കൂർ പഠിച്ചൊരുങ്ങിയിട്ടാണ് അരമണിക്കൂർ പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മണിക്കൂർ വായിക്കുന്നതിന് തുല്യമാണ് അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്ന പ്രസംഗം നമ്മൾ എഴുതി പോയിൻറ്റ്സ് നോട്ട് ചെയ്യണം. പലരും ചെയ്യുന്നില്ല. അത് വായനയാണ്, അത് നോട്ട് ചെയ്യണം. ഒരു പുസ്തകം, പുതിയൊരു പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നല്ല പോയിൻറ്റ്സ് കണ്ടാൽ അത് അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് പകർത്തണം. അതും അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് പകർത്തണം. ബുക്കിൽ പകർത്തിയാൽ ചിലപ്പോൾ അത് കുറേ നാളുകൾ കഴിയുമ്പോൾ അത് പൊടി പിടിച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. ലാപ്ടോപ്പിലേക്ക് പകർത്തു. നിങ്ങൾക്ക് അത് നിങ്ങൾ മിക്കവാറും ഒരു ലാപ്ടോപ്പ് മിക്കവാറും ഒരു സന്തത സഹചാരിയാണ്. ആ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണും. ഇപ്പോൾ ലാപ്ടോപ്പിന് ഒരു വലിയ മൊബൈൽ ഫോണിൻ്റെ വലിപ്പമേ ഉള്ളൂ. അതിനകത്തേക്ക് അതൊക്കെ ലോഡ് ചെയ്യാം. അതുപോലെ ഇൻ്റർനെറ്റ്, അത് നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. എന്തെങ്കിലും ഒരു സംശയം വന്നു, ആ സംശയം വന്നാൽ ഉടനെ അതിനകത്തേക്ക് നോക്കാൻ പറ്റും. പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവില്ല, ലൈബ്രറിയിലായിരിക്കും. ഇൻ്റർനെറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് കൊണ്ടു നടന്നാൽ നമുക്ക് അതിനകത്തുനിന്ന് ആവശ്യമുള്ളത് അപ്പോൾ റെഫർ ചെയ്തെടുക്കാൻ പറ്റും. ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചു, ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞു തരാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയുടെ മുന്നിൽ തന്നെ വെച്ച് ആ ഇൻ്റർനെറ്റിൽ, അത് തെറ്റില്ല കേട്ടോ,
അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപകർഷതാബോധം ഉണ്ടാവേണ്ട, കുറവാണെന്നും വിചാരിക്കരുത്. നെറ്റിൽ നോക്കി നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്കും ഒരു കാര്യം മനസ്സിലായി. എന്താ? ഇതാണല്ല രീതി. എ ടീച്ചർ ഈസ് വൺ ഹൂ നോസ് വെയർ ടു റെഫർ. എവിടെ റെഫർ ചെയ്യണം, ഇത് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ചെറിയ വെർഷൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ മറ്റുള്ള മതസ്ഥരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ പാടുണ്ടോ? വായിക്കാം, വിരോധമൊന്നുമില്ല. അതിൽ നല്ല ആശയങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വളരെ സഹായകരമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു, മറ്റേത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നു. കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒരു 1 day റിട്രീറ്റ് കൂടുന്നത് നല്ലതാണ്. അതൊരു വായനയാണ്. ഒരു കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു 1 day റിട്രീറ്റ്. അങ്ങനെ റിട്രീറ്റ് സെൻറ്ററുകളിലൊക്കെ 1 day റിട്രീറ്റ് ഉണ്ടാകണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു റിട്രീറ്റ് സെൻറ്ററിൽ അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ശനിയാഴ്ച രാത്രി തുടങ്ങി ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും തീർന്നു. കുർബാനയും അവിടെ നടന്നു. ഞാൻ ഈ റിട്രീറ്റ് കൂടണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഒരുപാട് അനുഭവ സമ്പന്നരായ റിട്രീറ്റ് പ്രീച്ചർമാർ നിങ്ങൾക്ക് പല വിഷയങ്ങളെയും കുറിച്ച് പറഞ്ഞു തരും. നമ്മുടെ ആധ്യാത്മികമായ ആ ഒരുക്കങ്ങൾ അത് നവീകരിക്കാനായിട്ട് ഇത് അത്യാവശ്യമാണ്. ഇതൊരു ബൂസ്റ്റർ ഡോസാണ് ഈ ഒരു 1 day റിട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഒരു പക്ഷേ കേൾക്കാൻ പറ്റും. 10 20 പുസ്തകം വായിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് വായനയുടെ ഒരു ഭാഗമാണ് ഒരു റിട്രീറ്റ് കൂടുന്നത് എന്ന് ഞാൻ പറയും. മണിക്കൂറുകൾ വായിക്കുന്നതിന് തുല്യമായിരിക്കും ഒരു പ്രസംഗം കേൾക്കുന്നത്. അത് രാഷ്ട്രീയ പ്രസംഗമാണെങ്കിൽ ആ മേഖലയിൽ നമുക്ക് അറിവ് കിട്ടും. ഒരു റിട്രീറ്റ് സെൻറ്ററിലെ പ്രസംഗമാണെങ്കിൽ ആധ്യാത്മിക മേഖലയിൽ അറിവ് കിട്ടും. മനുഷ്യൻ്റെ 3 ഘടകങ്ങളിൽ ശരീരം, മനസ്സ്, ആത്മാവ്. ഇതിൽ ഏറ്റവും ശക്തമായത് ആത്മാവാണ്. അതിന് വേണ്ട പോഷകം നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് വർക്ക് ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? വേരല്ലേ. ആ വേരിൽ വളവും വെള്ളവും കൊടുത്താലാണ് അതിൻ്റെ തടിക്കും വിലയ്ക്കും കിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് ആത്മാവ്. അത് വേരാണോ എന്ന് നിങ്ങൾ ചോദിക്കും. അതിനെ നിങ്ങൾ എന്തെന്ന് വിളിച്ചാലും വിരോധമല്ല. പക്ഷേ അവിടെ നിങ്ങൾ വളം കൊടുത്താൽ, ഇൻപുട്ട് കൊടുത്താൽ, അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉതകും. മറിച്ച് ശരീരത്തിന് മാത്രം നിങ്ങൾ വളം കൊടുത്താൽ അത് മനസ്സിനും ആത്മാവിനും കിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു 1 day റിട്രീറ്റ്, ഒരു ഹാഫ് ഡേ റിട്രീറ്റ്, ഇതൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ അറേഞ്ച് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഹാഫ് ഡേ റിട്രീറ്റ് അതൊരു ഇൻറ്റൻസ് കോഴ്സാണ്. ഒരു 3 hours അവിടെ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ഹാഫ് ഡേ ലീവ് എടുത്താൽ ഒരുപാട് ഇൻപുട്ട് കിട്ടുകയാണ്. ഇപ്പോൾ നടക്കുന്ന ധ്യാനങ്ങൾ, ആ ധ്യാനങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് കാലത്ത് ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ആ ധ്യാനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ആർക്കും ഒരു അറിവുമില്ല. ഇന്ന് അങ്ങനെയല്ല. ധാരാളം പേര് ധ്യാനമൊക്കെ കൂടി ഒരുവിധം നല്ല അറിവൊക്കെ ഉണ്ട്. അവർക്കൊരു ബൂസ്റ്റർ ഡോസാണ് വേണ്ടത്. ഒരാഴ്ചയ്ക്ക് പകരം ഒരു 3 hours ഇൻറ്റൻസ് വന്നാൽ 3 hours ഇരുന്നോടത്തിരിക്കണം. മൂത്രമൊഴിക്കാൻ പോലും എനിക്ക് പോവില്ല. ആ 3 hours അങ്ങ് തുടങ്ങി 3 മണിക്കൂർ ഓരോരുത്തർ മാറി ഒരു 3 hours പ്രോഗ്രാം അങ്ങ് കൊടുത്തു കഴിഞ്ഞു.
അവർ ഫുള്ളായിട്ട് പോകുന്നു. അതിന് കൊടുക്കുന്ന ആൾക്കാർ അതുപോലെ പൊട്ടൻഷ്യലുള്ള വ്യക്തികളായിരിക്കണം. അതൊരു പ്രത്യേക മേഖലയാണ്. അവരത്രയും എക്സ്പെർട്ടൈസ് കിട്ടിയിട്ടുള്ള വ്യക്തികൾ ഒരു 3 hours കൊണ്ട് ഒരു വ്യക്തിക്ക് നല്ല ഒരു സംച്വസ് മീൽ, ഒരു സ്പിരിച്വൽ മീൽ കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആൾക്കാർ തന്നെത്താൻ വന്ന് ചേരും. അവർക്കതൊരു വായനയായിട്ട് തോന്നും. പത്രം വായിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാഷ്വൽ റീഡിങ്ങാണ്. ഞാൻ കാഷ്വൽ റീഡിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. 4 പത്രം ഞാൻ അത് രാവിലെ വായിക്കും. പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ പത്രങ്ങൾ അവിടെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കും. അതിൻ്റെ ഇടയിൽ ആരോടെങ്കിലും സമ്പർക്കം പുലർത്തണമെങ്കിൽ അതും ചെയ്യും. കാഷ്വൽ റീഡിങ്ങാണ് നമുക്ക് ആവശ്യമുള്ളൂ. എനിക്കൊക്കെ ഇപ്പോൾ ആവശ്യമുള്ളൂ. അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ ആ പരീക്ഷയെ പറ്റിയുള്ള അറിവ്, അതിൻ്റെ അപ്ലിക്കേഷനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നോക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തി ആ പ്രത്യേക ഭാഗം ഫോട്ടോ കോപ്പി എടുത്ത് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മളത് മാത്രം ഒന്ന് വായിച്ച് നോക്കുക. അതായത് ഇൻറ്റൻസ് റീഡിങ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, അതെല്ലാവർക്കും ഉണ്ടാവും. ഒരു സ്ഥാപനം നടത്തുന്ന ആളാകുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ ഉണ്ടാവും. അവർ നോക്കി വായിക്കട്ടെ എന്നല്ല. ഞങ്ങളത് ഉടനെ തന്നെ മൈക്കിലൂടെ കുട്ടികളോട് പറയും. പിന്നെ അത് അവർ നോട്ടീസ് ബോർഡിലിടും. ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇൻറ്റൻസ് റീഡിങ് വേണ്ട ഭാഗമുണ്ട്. അത് നമുക്കൊരു പക്ഷേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് വേണ്ട ആളെ നമ്മൾ ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേക ജോലിയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അതൊക്കെ നോക്കി വായിക്കുകയൊക്കെ ചെയ്യാം. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ആ വിദ്യാർത്ഥി തപ്പിപ്പിടിക്കുന്നതിനേക്കാൾ നല്ലത് അധ്യാപകനോ രക്ഷകർത്താവോ അത് തപ്പിപ്പിടിക്കണം. ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാരണം വിദ്യാർത്ഥിയുടെ സമയം നഷ്ടപ്പെടാൻ ഇടവരരുത്. അല്ലെങ്കിൽ അവൻ 15 പേജോ 16 പേജോ 20 പേജോ സ്കാൻ ചെയ്താലാണ് ഈ ന്യൂസ് കിട്ടുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുന്നത്. അതിന് പകരം അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ വേണം. ഒരു വിദ്യാർത്ഥിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ വേണം. ഒരു സ്ഥാപനത്തിലെ അതിൻ്റെ നടത്തിപ്പുകാരനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ വേണം. അവരുടെ ജോലി അതാണ്. അത്തരം ഇതുകൾ കണ്ടെത്തി അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ IAS പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വായിക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. സെപ്സ് എന്ന് പറയും. സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, സ്പോർട്സ്, ഇങ്ങനെ 5 ഐറ്റംസ് അവൻ വായിക്കണം. അത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കയറ്റാൻ പറ്റും. അങ്ങനെ സൂക്ഷിക്കുകയാണ് നല്ലത്. പത്രങ്ങളിലൊക്കെ പുള്ളൗട്ടുകളുണ്ട്. ആ പുള്ളൗട്ടുകൾ ഓരോ മേഖലയെ സംബന്ധിച്ചുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ട പുള്ളൗട്ടുകളുണ്ട്, ജനറൽ നോളജ് തരുന്ന പുള്ളൗട്ടുകളുണ്ട്. ഇതൊക്കെ അവനവൻ്റെ ധർമ്മത്തിനനുസരിച്ച് ചെയ്യുക. മനോധർമ്മമല്ല, അവനവനിൽ നിക്ഷിപ്തമായ ധർമ്മം, അതനുസരിച്ച് ചെയ്യുക. ഇത്രയുമാണ്. ഒരു കാര്യവും കൂടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, നിങ്ങൾ ഡിക്ഷണറി എന്നും നോക്കണം എന്നാണ് പറയുക. പുതിയ വാക്ക് 1 2 ഒക്കെ പഠിക്കണം. ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഏറ്റവും അവസാനമായി ചേർത്ത വാക്ക് ഏത്? അതൊരു ക്വിസ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അതെങ്ങനെയാണ് നമ്മൾ അറിയാം? ലേറ്റസ്റ്റ് ഡിക്ഷണറിയിൽ എന്താണ് ചേർത്തിട്ടുള്ളത്? ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഡിക്ഷണറി നോക്കണം. ഇതുപോലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവണം, നല്ലതാണ്. നല്ല ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വാട്സാപ്പ് ഗ്രൂപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായാൽ ഒരാൾ വായിച്ചു, അതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ അയാൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു, അതൊക്കെ നമ്മൾ വായിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. വാട്സാപ്പ് ഗ്രൂപ്പ് അത് നല്ല ഒരു ഗ്രൂപ്പായിരിക്കണം. മോശമായ കാര്യങ്ങൾ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പ്, അതിലൊരു അംഗമാകുന്നത് ഒരുപാട് അറിവ് കിട്ടുന്നതിന് തുല്യമാണ്. 30 ആൾ 40 ആൾ 100 ആൾ വായിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുകയാണ്. വായനയുടെ ഒരു ഭാഗമാണത്.
ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.